കേരളത്തിൽ ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളുണ്ട്. എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും നമുക്ക് ഇവരെ കാണാം. അവരുടെ പേരാണ് ആചാര സംരക്ഷകർ എന്ന്. ഹിന്ദു സമുദായത്തിൽ അവർക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കുന്നത് സംഘപരിവാർ സംഘടനകളാണ്. ക്രൈസ്തവ സമൂഹത്തിലുമുണ്ട് ഇത്തരം ആളുകൾ, മുസ്ലിം സമുദായത്തിലുമുണ്ട് ഇത്തരം ആളുകൾ. ഏറെയും കുറഞ്ഞും എല്ലാ സമുദായത്തിലും എല്ലാ ജാതിയിലും ഇത്തരക്കാരെ കാണാൻ കഴിയും. ഹിന്ദു സമുദായത്തിലെ ആചാര സംരക്ഷകരാണ് ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനം നടത്തിയവർ. കാരണം ശബരിമല വിധി സമയത്ത് അവർ നടത്തിയ സമരങ്ങളൊക്കെ കേരളം കണ്ടതാണ്. കേരളത്തിൽ 8ഓളം ഹർത്താലുകൾ നടന്നിരുന്നു. ആ സമരത്തിന്റെ ഭാഗമായി നടത്തിയതെല്ലാം സംഘപരിവാറാണ്. കൂടെ UDF-ഉം ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു കാര്യം. സംഘപരിവാർ സംഘടനകൾ തന്നെ ആദ്യഘട്ടത്തിൽ ശബരിമലയിൽ സ്ത്രീകൾ, എല്ലാ വിഭാഗത്തിലുംപ്പെട്ട സ്ത്രീകൾ കയറുന്നതിനോട് യോജിപ്പ് പ്രകടിപ്പിച്ചവരാണ്. സംഘപരിവാർ സംഘടനകളിൽപ്പെട്ട വനിതകളാണ് സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തത്. എന്നാൽ NSS സമരരംഗത്ത് ഇറങ്ങിയതോടുകൂടിയാണ്, സ്ത്രീകൾ തെരുവിൽ ഇറങ്ങിയതോടുകൂടിയാണ് ഇവിടെ എല്ലാം മനസ്സങ്ങ് മാറിയത്. ഇവരോടൊപ്പം നിന്നാൽ, NSS-നോടൊപ്പം നിന്നാൽ എല്ലാമായി ഞങ്ങൾ രക്ഷപ്പെട്ടു, കേരളത്തിൽ ഞങ്ങൾ വലിയ വോട്ട് ബാങ്കായി മാറും, ഈ സ്ത്രീകളെല്ലാം ഞങ്ങളെ പിന്തുണക്കും എന്ന് കരുതിയാണ് BJP-യും സംഘപരിവാറും കൂടെ UDF-ഉം സമര രംഗത്തിറങ്ങിയത് എന്നത് നമ്മുടെ വസ്തുതയാണ്. അങ്ങനെ ശബരിമല പോർക്കളമാക്കി മാറ്റി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ സമരങ്ങൾ നടന്നു. 8ഓളം ഹർത്താലുകൾ നടന്നു. ഇതിന്റെ ഭാഗമായി പോലീസ് സമരക്കാരെ നേരിട്ടതൊക്കെ വലിയ വാർത്തയായി വരികയും ചർച്ചയായി മാറുകയും ചെയ്തു. എത്രയോ ദിവസം കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും അത് വലിയ ചർച്ചയായി മാറി. സംഘപരിവാറുകാർ കേരളത്തിൽ, സൗത്ത് ഇന്ത്യയിൽ സംഘപരിവാർ സംഘടനകൾ, പ്രത്യേകിച്ച് RSS-ഉം BJP-യും സുവർണാവസരമായിട്ടാണ് ഇതിനെ കണ്ടത്. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഇന്നത്തെ ഗോവ ഗവർണർ അന്ന് പ്രസംഗിച്ചത് എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയായി വന്നതാണ്. ഇത് നമ്മുടെ സുവർണാവസരമാണ് എന്ന്. പക്ഷേ ആ സുവർണാവസരം അവർക്ക് അനുകൂലമായില്ല എന്നത് മറ്റൊരു കാര്യം. BJP തുടങ്ങിയിടത്ത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നത് മറ്റൊരു കാര്യം. തൃശ്ശൂരിലെ വിജയം കാണാതെയല്ല ഇത് പറയുന്നത്. അത് അടുത്ത പ്രാവശ്യം അവിടുത്തെ ജനങ്ങൾ തന്നെ തിരുത്തിക്കൊള്ളും. സുരേഷ് ഗോപി തന്നെ അതിനുള്ള വഴി ഒരുക്കി വെക്കുന്നുണ്ട് എന്നർത്ഥം. അതിലേക്ക് കിടക്കുന്നില്ല. ആചാര സംരക്ഷണവാദികൾ ഇപ്പോൾ എവിടെ പോയി കിടക്കുന്നു? അവരെക്കുറിച്ച് വല്ല വിവരവുമുണ്ടോ? ഒരു പ്രതികരണവും കണ്ടില്ല. അതുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത്. കാരണം ഹൈക്കോടതിയിൽ നിന്ന് 2 സുപ്രധാനമായ വിധി വന്നിട്ടുണ്ട്. ആചാര സംരക്ഷകർ സ്വാഭാവികമായി ഒന്ന് പ്രകോപിതരാകേണ്ടതാണ്. പക്ഷെ അവരെവിടെ പോയി എന്ന സംശയമാണ് ഉയരുന്നത്. കാരണം കോടതിയാണ് ഇടപെട്ടിരിക്കുന്നത്. കളിച്ചാൽ കളി മാറുമെന്ന് ആചാര സംരക്ഷണവാദികൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് 2 വാർത്തകൾ. അതിലൊന്ന് ശബരിമലയെക്കുറിച്ച് തന്നെയാണ്. ശബരിമലയിൽ മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടലും മഞ്ഞൾ വിതറലും അസൗകര്യമാകരുത്. ഇത് ആചാരമല്ല. ഹൈക്കോടതി തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ്. ആചാര സംരക്ഷണവാദികളെ ഒന്നും എവിടെയും കണ്ടില്ല. വാർത്ത ഇങ്ങനെയാണ്: ശബരിമല മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടുന്നതും ക്ഷേത്രത്തിന് ചുറ്റും മഞ്ഞൾ വിതറുന്നതും മറ്റ് ഭക്തർക്ക് അസൗകര്യമാകരുതെന്ന് ഹൈക്കോടതി. ഈ ചടങ്ങുകൾ ആചാരത്തിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇക്കാര്യം സംബന്ധിച്ച് അവബോധമുണ്ടാക്കാനുള്ള കാര്യങ്ങൾ പരസ്യപ്പെടുത്തണമെന്നും ജസ്റ്റിസുമാരായ അനിൽ K. നാരേന്ദ്രൻ, S. മുരളീകൃഷ്ണ എന്നിവരുടെ ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി എന്നാണ് പറയുന്നത്. അതോടൊപ്പം 18-ാം പടിയിൽ പോലീസ് നിന്ന് ഫോട്ടോ എടുത്തതൊക്കെ ഈ കോടതി വിധിയിൽ പറയുന്നുമുണ്ട്. അത് മനഃപൂർവ്വമാണ് എന്ന് കരുതില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നിരുന്നാലും നടപടി സ്വീകരിക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതൊന്നും ആചാര സംരക്ഷണത്തിൻ്റെ ഭാഗമല്ല. പക്ഷേ മഞ്ഞൾ പൊടി വിതറലും തേങ്ങ ഉരുട്ടലും ശബരിമലയിൽ പോയിരിക്കുന്ന ആർക്കും കാണാൻ കഴിയും. അടുത്ത കാലത്ത് വന്ന ഒരു ആചാരമാണത്. തേങ്ങ ഉരുട്ടൽ, മാളികപ്പുറത്ത് ആ ക്ഷേത്രത്തിന് ചുറ്റും തേങ്ങ ഉരുട്ടിക്കൊണ്ട് നടക്കുക, അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി വിതറുക നാഗക്ഷേത്രത്തിൽ എന്നത് അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു ആചാരമാണ് എന്ന് ശബരിമലയെക്കുറിച്ച് അറിയുന്നവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് തുടരേണ്ടതില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. നടത്തുന്നവർ നടത്തിക്കോട്ടെ, മറ്റുള്ളവർക്ക് പക്ഷേ അത് അസൗകര്യമാകരുത് എന്നാണ് ഹൈക്കോടതി വ്യക്തമായും പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ക്ഷേത്രങ്ങളിൽ ആനകളെ എഴുന്നള്ളിപ്പിക്കുന്നതാണ്. അത് ശരിയാണോ? ഈ ചോദ്യം കുറെ കാലമായി കേരളത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതാ കോടതി ഇടപെട്ടിരിക്കുന്നു. ആനകളെ ചങ്ങലയ്ക്കിടുന്നത് ആസ്വദിക്കുന്നവരോ ആനപ്രേമികൾ? ആനകളെ ചങ്ങലയ്ക്കിടുന്നത് ആസ്വദിക്കുന്നവരോ ആനപ്രേമികൾ? എഴുന്നള്ളിപ്പിന് ഇളവില്ലെന്ന് വീണ്ടും ഹൈക്കോടതി. ആനകളുടെ എണ്ണം കുറക്കണം, ആനകൾക്ക് ചുറ്റും ഇത്ര ദൂരപരിധിയിൽ ആളുകൾ നിൽക്കാൻ പാടുള്ളൂ എന്ന് തുടങ്ങിയ നിബന്ധനകൾ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിരുന്നു. അത് ആനകളെ എഴുന്നള്ളിക്കുന്ന ക്ഷേത്രങ്ങൾ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യം സംശയമേയില്ല, പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഈ വിധിയിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ടുണ്ട്. നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് കോടതി തന്നെയാണ്. ആനകളെ എഴുന്നള്ളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചത്. കോടതിയുടെ നിലപാട് നിസ്സംശയം അവർ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. കോടതി അതിങ്ങനെയാണ്:
ആനകളെ എഴുന്നള്ളിക്കുന്നതിന് നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങളിൽ ഇളവ് അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയതിനു പിന്നാലെ വിദഗ്ധരുടെയും അഭിപ്രായം തേടി ഹൈക്കോടതി. ആനകളെ എത്ര ദൂരത്തിൽ ഇടപെട്ട് നിർത്താം തുടങ്ങിയ കാര്യങ്ങളിലാണ് ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, P ഗോപിനാഥ് എന്നിവർ വിദഗ്ധാഭിപ്രായം തേടിയത്. വന്യജീവി വിദഗ്ധരും കേരള വനഗവേഷണ കേന്ദ്രം മുൻ ഡയറക്ടറുമായ ഡോക്ടർ PS ഈസ ഇന്ന് ഹാജരായി കോടതിയുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ടതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്ന് കോടതിയുടെ മുമ്പാകെ വന്നത്. 15 ആനകളെയാണ് ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിക്കുന്നത് എന്നും ആനകൾ തമ്മിൽ 3 മീറ്റർ ദൂരം വേണം എന്ന പരിധി വെച്ചാൽ ഇത് സാധിക്കില്ലെന്നും ക്ഷേത്രാധികൃതർ ചൂണ്ടിക്കാട്ടി. 15 ആനകളെ എഴുന്നള്ളിക്കണമെന്ന് എന്താണ് നിർബന്ധമെന്ന് കോടതി ആരാഞ്ഞു. ആനകൾ തമ്മിൽ 3 മീറ്റർ പരിധി വേണമെന്ന് പറയുന്നത് ജനങ്ങളുടെ സുരക്ഷയെ കൂടി കരുതിയിട്ടാണ്. ആനപ്രേമികൾ എന്ന് പറയുന്നവർ ആനയെ ചങ്ങലയ്ക്കിട്ട് നിൽക്കുന്നത് കണ്ട് ആസ്വദിക്കുന്നവരാണോ എന്നും കോടതി ചോദിച്ചു. തങ്ങൾ ആനകളെ എഴുന്നള്ളിക്കുന്നത് നിരോധിക്കുകയല്ല, അവയെ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇതാണ് കോടതിയുടെ നിലപാട്. കോടതിയിൽ ഇവരുടെ വാദം ഇത് ആചാരമാണ്, രാജാവിൻ്റെ കാലത്ത് മുതൽ തുടങ്ങിയതാണ്. അതിന് കോടതി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഭരിക്കുന്നത് രാജാവല്ല, ജനായത്ത ഭരണമാണ്, ജനകീയ ഭരണമാണുള്ളത്. രാജാവൊക്കെ പോയി കഴിഞ്ഞു. അതുകൊണ്ട് രാജാവിൻ്റെ കാലത്തുള്ള ആചാരം തുടരണമോ എന്നും ചോദിച്ചിരുന്നു കോടതി. എന്ന് വെച്ചാൽ രാജാവിൻ്റെ കാലത്തുള്ള ആചാരമാണ്, അത് തുടരണമെന്നാണ് ഈ ആചാര സംരക്ഷകരൊക്കെ പറഞ്ഞു നടക്കുന്നത്. അതിന് മറുപടിയാണ് കോടതി പറഞ്ഞത്, രാജാവൊക്കെ പോയി, ഇപ്പോൾ ഇവിടെ ജനാധിപത്യ ഭരണകൂടമാണ്, നിയമപ്രകാരമേ കാര്യം നടത്താൻ കഴിയുകയുള്ളൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞ കോടതിയെയും നാം കണ്ടതാണ്. ആചാര സംരക്ഷകരൊക്കെ പോയി മൂലക്കിരിക്ക് എന്ന് പറയുന്നു കോടതി എന്നർത്ഥം. എല്ലാ ആചാരങ്ങളും കാലാനുസൃതമായി മാറേണ്ടത് തന്നെയാണ്. ആ മാറ്റമാണ് നമ്മുടെ ലോകത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ, നാടിൻ്റെ വളർച്ച മാറ്റം എന്നൊക്കെ പറയുന്നത്. പണ്ടത്തെ പോലെ തന്നെ ആ ആചാരങ്ങൾ അതേപോലെ തുടരണം എന്ന് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നമുക്കൊക്കെ ഇവിടെയൊക്കെ വന്നിരുന്ന് ഇങ്ങനെ വർത്തമാനം പറയാൻ കഴിയുമായിരുന്നോ എന്ന ചോദ്യം അവരവർ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. അങ്ങനെയല്ല. അങ്ങനെ നേടിയത് അല്ലെങ്കിൽ അത് മാറ്റമുണ്ടായത് വലിയ സമരത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയും ഇടപെടലിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ്. അതാണ് കേരളത്തിലും ഇന്ത്യയിലും നടന്നത്. അതുതന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കോടതി അതിൻ്റെ ഭാഗമാണ്. നിയമപ്രകാരം മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആചാര സംരക്ഷകർ മിണ്ടാതെ മൂലയ്ക്കിരുന്നാൽ മതി, ഇതിൽ ഇടപെടേണ്ടതാ എന്നാണ് കോടതി വ്യക്തമായും പറഞ്ഞിരിക്കുന്നത്. അത് നാളത്തേക്കുള്ള വലിയ ഒരു സൂചനയാണ്, ദിശാമാറ്റമാണ്. അത് ഒരു നല്ല മാറ്റത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.